SNDPയുടെയും NSSന്റെയും കടന്നാക്രമണത്തിൽ വി ഡി സതീശനെ പ്രതിരോധിക്കാൻ തയ്യാറാവാതെ കോൺഗ്രസ് നേതാക്കൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സമുദായ സംഘടനകളെ എതിരാക്കുന്നത് തിരിച്ചടിയാകുമെന്നാണ് മുതിർന്ന നേതാക്കളുടെ വിലയിരുത്തൽ. വിഷയത്തിൽ കരുതലോടെയാണ് മുതിർന്ന നേതാക്കളുടെ പ്രതികരണം. വാക്കുതർക്കമുണ്ടാക്കിയ പ്രശ്നങ്ങൾ കലുഷമാക്കേണ്ടതില്ലെന്ന സമയമല്ലെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. മതവിഭാഗങ്ങളിലോ അല്ലെങ്കിൽ സംഘടനകൾ തമ്മിലോ തർക്കമുണ്ടാക്കുകയും വഴക്കുണ്ടാക്കുകയും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയുടേതായ ഒരു നയമുണ്ട്. അതാണ് പ്രതിപക്ഷ നേതാവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വർഗീയതയ്ക്കെതിരായിട്ടുള്ളൊരു പോരാട്ടം നമുക്ക് അനിവാര്യമാണ്. ഞാൻ NSSൻ്റെയോ SNDPയുടെയോ ഒന്നും പ്രാധാന്യം കുറച്ച് കാണുന്ന ഒരാളല്ല. അവരൊക്കെ കേരള സമൂഹത്തിന് വലിയ സംഭാവന നൽകിയിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ്. NSS SNDP വിമർശനം വ്യക്തിപരമായി കാണുന്നില്ലെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. വി ഡി സതീശൻ വീരാളിപ്പെട്ട് പുതക്കേണ്ടത് ജമാഅത്തെ ഇസ്ലാമിയോട് ചേർന്നാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ചേർന്നുകൊണ്ടാണല്ലോ ഈ വീരാളിപ്പെട്ട് പുതക്കേണ്ടത്. അതിന് ഇതുവരെ ഉറച്ചു ഒരു ഉത്തരം പറഞ്ഞിട്ടില്ലല്ലോ. RSSകാരൻ്റെ മുമ്പിൽ പോയിട്ട് വഴങ്ങി എന്നുള്ളതിനും മറുപടി പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ ചേർത്ത് മുമ്പോട്ടേക്ക് പോകുന്നതിനെ അത് ഇനിയും തുടരും എന്നാണ് പറയുന്നത്. പിന്നെ എന്ത് വർഗീയതക്കെതിരായ പോരാട്ടം? വർഗീയതയുടെ ഒപ്പമാണ്. അത് RSS ആയാലും BJP ആയാലും അതുപോലെ തന്നെ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി ആയാലും SDP ആയാലും അതിൻ്റെ എല്ലാം ഒപ്പം ചേർന്ന് നിൽക്കുകയാണ്. എന്നിട്ട് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുക. R ശ്രീജിത്ത്, B ദിലീപ് കുമാർ, തനേഷ് തമ്പി എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം ശ്രീജിത്തിലെ കടന്നു. ശ്രീജിത്ത്, വളരെ പെട്ടെന്നാണ് വെള്ളാപ്പള്ളിയുടെ NSSുമായി സഹകരിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കൽ. വളരെ പെട്ടെന്നാണ് G സുകുമാരൻ നായർ അതിനുള്ള അന്ന് വൈകിട്ട് അതിനെ പ്രതികരിച്ചു. വളരെ പെട്ടെന്ന് അതിനുള്ള ഐക്യ നീക്കങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്നു. ഒരു അസ്വാഭാവികമായ തിടുക്കം ഇതിലൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊരു തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിയാണ് എന്ന് LDFും UDFും കരുതുന്നുണ്ടോ? ഏത് രീതിയിലാണ് തെരഞ്ഞെടുപ്പിന് ഇനി 100 നാൾ പോലും ബാക്കിയില്ലാത്ത സാഹചര്യത്തിൽ ആ ഐക്യാഹ്വാനത്തിന്റെ രാഷ്ട്രീയ ഇമ്പാക്ട്? ശ്രീജിത്ത്, NSSന്റെയും SNDPയുടെയും യോജിച്ച് നീങ്ങാനുള്ള തീരുമാനത്തെ രാഷ്ട്രീയ പാർട്ടികൾ വളരെ സാഗൂതം ശ്രദ്ധിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. CPIMന്റെ ജനറൽ സെക്രട്ടറി MA ബേബിയും CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്തി. സമുദായ സംഘടനകൾ യോജിക്കുന്നത് എന്ത് കാരണത്തിനാണ് എന്നത് മനസ്സിലാക്കി മാത്രമേ നമുക്ക് ആ കാര്യത്തിൽ അവരുടെ അഭിപ്രായം പറയാൻ കഴിയൂ, നിലപാടെടുക്കാൻ കഴിയൂ എന്നാണ് CPIM ജനറൽ സെക്രട്ടറി MA ബേബി ഇന്നലെ ഞാനടക്കമുള്ള മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ പ്രതികരണമായി നൽകിയത്. ഇന്ന് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനോടും സമാനമായ ചോദ്യം ആവർത്തിച്ചപ്പോൾ അദ്ദേഹവും പറഞ്ഞത് അതേ കാര്യം തന്നെയാണ്. ഏത് കാര്യത്തിനാണ് ഇവർ തമ്മിലുള്ള ഐക്യം, അതിൻ്റെ ചരിത്രമൊക്കെ നോക്കി മാത്രമേ ഒരു നിലപാടെടുക്കാൻ കഴിയൂ എന്നാണ് CPIM കാണുന്നത്. ഈ ഐക്യത്തെ എന്നാൽ രാഷ്ട്രീയ പാർട്ടികൾ സമുദായ സംഘടനകൾ സംഘർഷാത്മകമായല്ല നീങ്ങേണ്ടത്, ഏറ്റുമുട്ടലിൻ്റെ പാതയിലല്ല പോകേണ്ടത്, മറിച്ച് യോജിച്ചാണ് എന്ന കാര്യത്തിൽ ഒരു അഭിപ്രായം കൂടി MV ഗോവിന്ദൻ വ്യക്തമാക്കി. ഇതാണ് കേരളത്തിലെ CPIMന്റെ ഇടതുപക്ഷത്തിൻ്റെ ഈ സഖ്യനീക്കത്തോടുള്ള സമീപനം. എന്നാൽ കോൺഗ്രസിന്റെ നിലപാട് ഇതുവരെ KPC അധ്യക്ഷനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കക്ഷി നേതാക്കന്മാരോ കൃത്യമായി വ്യക്തമാക്കിയിട്ടില്ല. കോൺഗ്രസിനെ ഈ കാര്യത്തിൽ ഒരു നിലപാടെടുക്കുന്നതിൽ അവർക്കൊരു വൈഷമ്യം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ രണ്ട് സംഘടനകളുടെ നേതൃത്വവും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ കർശനമായ ഒരു സമീപനം സ്വീകരിച്ചു നിൽക്കുന്നു എന്നതാണ്. അതായത് വി ഡി സതീശനെ മുൻനിർത്തി നയിച്ചാൽ കോൺഗ്രസിന് തിരിച്ചടി ഉണ്ടാകുമെന്നാണ് NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരുടെ മുന്നറിയിപ്പ്. വെള്ളാപ്പള്ളി നടേശനും വി ഡി സതീശനെ നഖശികാന്തം എതിർക്കുന്ന ഒരു സമീപനം മുന്നോട്ട് വെക്കുന്നു. അതുകൊണ്ടാണ് NSS SNDP സഖ്യത്തിൻ്റെ കാര്യത്തിൽ കോൺഗ്രസിന് ഒരു കൃത്യമായ നിലപാടെടുക്കാൻ കഴിയാത്തത്. എന്നാൽ ഈ കാര്യത്തിൽ BJP ആകട്ടെ ഈ ഐക്യത്തെ സ്വാഗതം ചെയ്യുകയും അതിനെ പിന്തുണച്ച് രംഗത്ത് വരികയും ചെയ്തു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാവായ MV മുരളീധരനും അടക്കമുള്ള ആളുകൾ ഐക്യ നീക്കത്തെ പിന്തുണച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. B ദിലീപ് കുമാർ കൂടി തുടരുന്നു. ദിലീപ്, യഥാർത്ഥത്തിൽ ആ ഐക്യം അത് വി ഡി സതീശനെതിരായ ഐക്യം എന്ന് വിലയിരുന്ന ചില രാഷ്ട്രീയ നിരീക്ഷകരുണ്ട്. അതിന് കാരണം ഈ അയ്യപ്പ സംഗമത്തിൽ തന്നെ യഥാർത്ഥത്തിൽ ആ പരിപാടിയുടെ ലക്ഷ്യം രണ്ട് സമുദായ നേതാക്കളെയും വേദിയിൽ ഷോക്കേസ് ചെയ്യുക എന്ന് കരുതുന്നവരുണ്ട്. അത് കഴിഞ്ഞൊരു ക്ഷേത്രക്കൊള്ള ഉണ്ടായി. ക്ഷേത്രക്കൊള്ളയിൽ നാട് ചുറ്റിയ ക്ഷേത്രക്കൊള്ളയാണ്. ഏറ്റവും ഒടുവിൽ തിരിച്ചു വന്നത് ഡ്യൂപ്ലിക്കേറ്റ് വാളിയാണോ എന്നതുപോലും സംശയമുണ്ടാക്കുന്ന റിപ്പോർട്ട് VSSയിൽ നിന്ന് കിട്ടുന്നുണ്ട് SITക്ക്. അതിൽ ഈ രണ്ടു നേതാക്കളും സാധാരണഗതിയിൽ അറുത്തുമുറിച്ച് കടുത്ത ഭാഷ ഉപയോഗിക്കുന്ന നേതാക്കൾ വളരെ മധുരം പുരട്ടിയ വാക്കുകളിൽ സർക്കാർ വിമർശനം ഒഴിവാക്കിയുള്ള സംസാരം നമ്മൾ കണ്ടു. രണ്ട് നേതാക്കളുടെ ഭാഗത്തുണ്ടായി. അതിനുശേഷം വളരെ നാടകീയമായി ഐക്യനീക്കത്തിലേക്ക് പോകുന്നു. അതുകൊണ്ട് ഇതിലൊന്നും രാഷ്ട്രീയമില്ല, എല്ലാം സമുദായങ്ങളുടെ ഐക്യത്തിന് വേണ്ടിയുള്ള നല്ല നീക്കങ്ങൾ എന്ന് നിഷ്കളങ്കമായി കരുതുക സാധ്യമാണോ തെരഞ്ഞെടുപ്പിന്റെ തലേന്നാൾ? ദിലീപ് കുമാർ. ഹാഷ്മി, ഇക്കാര്യത്തിൽ ഏതായാലും സമുദായ നേതാക്കളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് NSSന്റെയും SNDP യോഗത്തിന്റെയും നേതാക്കളെ സംബന്ധിച്ച് സർക്കാർ വിരുദ്ധ വികാരം അല്ലെങ്കിൽ കടുത്ത ഭാഷയിലുള്ള സർക്കാരിനെതിരായ വിമർശനം
ഇല്ല എന്നത് ശ്രദ്ധേയമാണ്. ഹാഷ്മി നേരത്തെ പറഞ്ഞതുപോലെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടൊക്കെ അന്വേഷണം ശരിയായ ദിശയിലാണ് പോകുന്നത് എന്ന നിലപാടാണ് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചപ്പോഴും സ്വീകരിച്ച നിലപാട്. അതേസമയം കോൺഗ്രസിൽ VD സതീശനെ, UDFൽ VD സതീശനെ ഒറ്റപ്പെടുത്തുക എന്ന തന്ത്രം കൂടി ഈ നേതാക്കൾ അവലംബിച്ചിട്ടുണ്ട്. VD സതീശന് ഉന്നമിട്ട് നടത്തിയ ആക്രമണങ്ങൾ വ്യക്തമാക്കുന്നതും അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം VD സതീശൻ തന്നെയാണ് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായും വ്യക്തമാകുന്ന ഒരു കാര്യം. VD സതീശനാകട്ടെ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. സമുദായ നേതാക്കൾ സംഘടനാ കാര്യങ്ങളിൽ കോൺഗ്രസിന്റെ ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെടേണ്ടതില്ല. അതേസമയം സർക്കാരിനൊപ്പം വെള്ളാപ്പള്ളി നടേശൻ നിൽക്കുന്നതിലുള്ള അതൃപ്തിയും VD സതീശൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ആ നിലപാടിൽ അദ്ദേഹം മാറ്റമില്ലാതെ തന്നെ തുടരുകയാണ്. അതേസമയം കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് പ്രത്യക്ഷത്തിലുള്ള വലിയ ശക്തമായ പിന്തുണ VD സതീശന് ലഭിക്കുന്നുമില്ല. പിന്തുണച്ച നേതാക്കളാകട്ടെ ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞത് സമുദായ നേതാക്കളുമായ ഒരു സംഘർഷം അത് ഒഴിവാക്കേണ്ടതാണ്. പക്ഷേ VD സതീശൻ പറഞ്ഞത് പാർട്ടി കാര്യം തന്നെയാണ്, പാർട്ടി നിലപാട് തന്നെയാണെന്ന് പറയുന്നു. K. മുരളീധരൻ അതിനുശേഷം മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോഴും VD സതീശൻ പാർട്ടി നിലപാടാണ് വിശദീകരിച്ചത് എന്ന കാര്യം പറയുന്നുണ്ട്. അതിനപ്പുറം ഒരു ശക്തമായ പിന്തുണ എന്തിന് യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും ഏകകക്ഷി ഭരണത്തിനു വേണ്ടി ശക്തമായി വാദിക്കുന്ന സംഘടനകൾ, വിദ്യാർത്ഥി യുവജന സംഘടനകളാണ് KSUവും യൂത്ത് കോൺഗ്രസും. അവരുടെ ഒരു നേതാവിനെതിരെ, പ്രതിപക്ഷ നേതാവിനെതിരെ, കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെതിരെ ഈ നിലയിൽ സമുദായ നേതാക്കൾ വിമർശിക്കുമ്പോഴും യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും സംസ്ഥാന ഭാരവാഹികൾ, സംസ്ഥാന നേതൃത്വം ഇതൊന്നും അറിഞ്ഞ മട്ടയെ എടുക്കുന്നില്ല എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ, ഗ്രൂപ്പ് രാഷ്ട്രീയവുമായൊക്കെ ചേർന്ന് കിടക്കുകയാണ് ഇത്തരം വിഷയം എന്നതാണ് ഇതിനെ ശ്രദ്ധേയമാക്കുന്ന മറ്റൊരു കാര്യം. ഏതായാലും സാമുദായിക ഘടനകളുമായി, സാമുദായിക സംഘടനകളുമായി ബന്ധപ്പെട്ട് കേരള രാഷ്ട്രീയം കലുഷിതമായി കൊണ്ടിരിക്കുകയാണ്. ഒരു വശത്ത് NSSും SNDPയും, മറുവശത്ത് സജി ചെറിയാനെ പോലുള്ളവർ ജമായത്തെ ഇസ്ലാമി ബന്ധം ചൂണ്ടിക്കാട്ടി, MV ഗോവിന്ദനൊക്കെ ആ നിലയിൽ ജമായത്തെ ഇസ്ലാമി ബന്ധം ചൂണ്ടിക്കാട്ടി കോൺഗ്രസിനെതിരെ കടന്നാക്രമണം നടത്തുമ്പോൾ മറുവശത്ത് ഈ നിലയിലുള്ള ഒരു സാമുദായിക ധ്രുവീകരണ ശ്രമങ്ങൾ കൂടി കേരളത്തിൽ നടക്കുകയാണ്. ഹാഷ്മി. ഓക്കെ, അതിനിടയിൽ പ്രതിപക്ഷ നേതാവിനെതിരെയുള്ള NSS SNDP നേതാക്കളുടെ വിമർശനത്തോട് യോജിപ്പില്ലെന്ന് പറയുകയാണ് കോൺഗ്രസ് നേതാവ് K. മുരളീധരൻ. ഏതെങ്കിലും കോൺഗ്രസ് നേതാവിനെ പാർട്ടിക്ക് പുറത്തുള്ളയാൾ ആക്രമിച്ചാൽ ശക്തമായി എതിർക്കും. VD സതീശൻ പറഞ്ഞത് പാർട്ടി നിലപാടാണ്, എല്ലാ സമുദായ സംഘടനകളോടും ബഹുമാനമാണെന്നും K. മുരളീധരൻ പറയുന്നു. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായങ്ങളാണ് അദ്ദേഹം പറയാറുള്ളത്. ഞങ്ങളെല്ലാ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെയും പ്രവർത്തനങ്ങൾ സസൂക്ഷ്മം ഹൈക്കമാൻഡ് നിരീക്ഷിക്കാറുണ്ട്. പ്രതിപക്ഷ നേതാവിന് പാർട്ടിയുടെ പൂർണ്ണ പിന്തുണയുണ്ട്. ഒരു കാരണവശാലും VD സതീശനെ ആക്രമിക്കുന്നതിനെ ഞങ്ങൾ അനുകൂലിക്കില്ല എന്ന് മാത്രമല്ല, ശക്തമായിട്ട് എതിർക്കുകയും ചെയ്യും. അത് VD സതീശനെതിരായിട്ടെന്ന് മാത്രമല്ല, ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാരെ പാർട്ടിക്ക് പുറത്തുള്ള ആര് വിമർശിച്ചാലും ഞങ്ങൾ അതിനെ ശക്തമായിട്ട് എതിർക്കും. എന്തായാലും ഈ സമുദായ സംഘടനകൾ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത്, കോൺഗ്രസിൽ ഇടപെടുന്നതിനൊക്കെ അതിശക്തമായ നിലപാട് സ്വീകരിച്ച ഒരേയൊരു നേതാവേ ഉള്ളൂ. ആ നേതാവിൻ്റെ പേര് സതീശൻ എന്നാണ്. അതിൽ CPMന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ നോക്കിയാലും കടുത്ത ഭാഷയിൽ അതിലുണ്ടാകുന്ന നഷ്ടങ്ങൾ നോക്കാതെ പ്രതികരിച്ച ആൾ VD സതീശനാണ്. 2016 ആ പ്രതികരണത്തിന് തുടക്കമുണ്ടായത്. 2016 പ്രതികരണം ഇപ്പോഴും ഈ സമുദായ നേതൃത്വങ്ങളെ മുറിവേൽപ്പിക്കുന്നതുമാണ്. ഇപ്പോഴും അത് ഹർട്ട് ചെയ്യുന്നുണ്ട് അവരെ. അതുകൊണ്ടാണ് ഇത് കൂടെ സതീശനെതിരെ ഐക്യമുന്നണി എന്ന മട്ടിലൊക്കെ പ്രവർത്തിക്കാൻ അവർക്ക് തോന്നുന്നതും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.